അഡ്വക്കേറ്റ് ടി ആസഫ് അലി, ഇപ്പോൾ പോലീസ് ആക്ട് പ്രകാരമല്ല പ്രത്യേക സംഘത്തിന്റെ രൂപീകരണം എന്നൊരു വാർത്തയുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പോലീസ് ആക്ട് പ്രകാരമല്ല എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് വഴിയാണ് ഈ 7 അംഗ സംഘത്തെ നിയോഗിച്ചതെന്ന് അറിയുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ ആ ഓർഡർ മാധ്യമപ്രവർത്തകർക്ക് കിട്ടും. ഓർഡർ എന്തുകൊണ്ടായിരിക്കാം രഹസ്യമാക്കി വെക്കുന്നത്? 25 ഓർഡർ ഇറങ്ങി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ടീം അംഗങ്ങൾക്ക് മാത്രം കാണുന്ന രൂപത്തിൽ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയ്ക്കൊക്കെ രഹസ്യാത്മകത SIT ടീമിന്റെ കാര്യത്തിൽ ഉണ്ടോ ശ്രീ ആസഫ് അലി? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇതാണ്. നമ്മൾ ഈ ചർച്ചയിലും പറയുന്നു SIT രൂപീകരിച്ചു. വാട്ട് ഈസ് SIT? ഒരു ക്രൈം നടന്നു എന്ന വിവരം ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ എന്താ പോലീസ് ചെയ്യേണ്ടത്? ക്രൈം നടന്നു എന്ന് സംശയമുണ്ടായാൽ മതി. നമ്മുടെ പഴയ CRPCയിലാണെങ്കിലും പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലാണെങ്കിലും ഒരു 176 വകുപ്പുണ്ട്. അതിൽ പറയുന്നത് ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റ് രീതിയിലോ ഒരു കുറ്റകൃത്യം നടന്നതായി സംശയമുണ്ടായാൽ പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകി കേസ് അന്വേഷണം ആരംഭിക്കണമെന്നാണ്. ഇന്ന് ഞാൻ പത്രത്തിലും ചാനലിലെല്ലാം വിവരം കിട്ടി. SIT ഒരു അജിതാ ബീഗം അവർക്കാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്. ഈ SIT അല്ല. അവർക്ക് കേസ് അന്വേഷണത്തിൻ്റെ യാതൊരു അധികാരവുമില്ല. കേസ് അന്വേഷണം വരണമെങ്കിൽ ഒരു FIR വേണം. FIR രജിസ്റ്റർ ചെയ്യാൻ SITക്ക് അധികാരമില്ല. ഇന്നൊരു സംഭവമുണ്ടായി. ഹൈക്കോടതിയിലെ ഒരു വനിതാ അഭിഭാഷക സെറീന ജോർജ്, അവർ വളരെ ഒരു നല്ലൊരു ആക്ടിവിസ്റ്റാണ്. അവരിന്ന് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ അവരക്കമിട്ട് ആ പരാതിയുടെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. അവർ പറഞ്ഞു, ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുകയാണ്, ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. ഹേമ കമ്മിറ്റിയിലെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന 2 വാക്ക് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ഓൺ അനലൈസിങ് ഓഫ് ദി എവിഡൻസ് ബിഫോർ അസ്, 96ാമത്തെ പാരഗ്രാഫാണ്. വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹാരസ്മെന്റ് ഈവൻ ഫ്രം വെരി നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി എന്ന്. എന്നിട്ട് അവർ വേറൊരു കാര്യം കൂടി പറയുന്നു. കുറ്റകൃത്യം നടന്നു എന്നതിൻ്റെ തെളിവായിട്ടു 114ാമത്തെ ഖണ്ഡിക. Even though evidence before us discloses several sexual acts which are committed against women in cinema mostly constitute various offences under IPC and also under definition of sexual harassment of women at the workplace Prevention Prohibition Act. അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരു പ്രമുഖ വ്യക്തി ചെയർപേഴ്സണായ ഒരു കമ്മിറ്റി കുറ്റകൃത്യം നടന്നതായി തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ കയ്യിൽ തെളിവുണ്ട്, ഇലക്ട്രോണിക്സ് തെളിവുണ്ട്, വാമൊഴിയുണ്ട്, രേഖാപരമായ തെളിവുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് സെറീന ജോർജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷക ഇന്ന് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അവരെന്താ ചെയ്തെന്നറിയോ? അവർ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. അവർ SITക്കായി, വാട്ട് ഈസ് ദിസ് ബിസിനസ് ടു സെൻഡ് ഇറ്റ് SIT? FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു അതോറിറ്റി FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ലാത്ത SITക്ക് അയച്ചു. SIT പോലീസ് ആക്ട് പ്രകാരമല്ല. എന്താ കാരണം എന്നറിയോ? പോലീസ് ആക്ട് പ്രകാരമുള്ള SIT രൂപീകരിക്കണമെങ്കിൽ അതിലൊരു FIR രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമേ അങ്ങനെ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ വെല്ലുവിളിക്കുന്നു നമ്മളെ DGPയെ, പോലീസിൻ്റെ ആളുകളെ. ഈ SITക്ക് ഒരാളെ CRPC 160, അതായത് ഇപ്പോഴത്തെ അതാണെങ്കിൽ 117 അനുസരിച്ച് ഒരു സാക്ഷിയെ വിളിച്ചു വരുത്താൻ പറ്റുമോ? വിളിച്ചു വരുത്താൻ പറ്റൂല. 161 CRPC പഴയത്, ഇപ്പോഴത്തെ 180 BNSS. അവർക്ക് ഒരു സാക്ഷിയെ ചോദ്യം ചെയ്ത് മൊഴി റെക്കോർഡാക്കാൻ പറ്റുമോ? വരുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവർ മജിസ്ട്രേറ്റിന്റെ ഒരു രഹസ്യമൊഴി റെക്കോർഡാക്കാൻ വേണ്ടി വിളിച്ചു വരുത്താൻ പറ്റുമോ? പറ്റില്ല. എവിടെയെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുമോ? സെർച്ച് ചെയ്യണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് സെർച്ച് വാറന്റ് വാങ്ങണം. അപ്പം മജിസ്ട്രേറ്റ് ചോദിക്കും ഏത് കേസിലാണ്? കേസില്ല. സാക്ഷിയെ വിളിപ്പിച്ച സാക്ഷി ചോദിക്കും ഏത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് വിളിപ്പിക്കുന്നത്? കേസില്ല.
ഇതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, അഡ്വക്കേറ്റ് ടി ആസഫ് അലി, താങ്കൾ പറയുന്നത് പ്രകാരം FIR ഇടണം എന്നുള്ളത് പ്രാഥമികമായ കാര്യം. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിദ്ദിഖിനെതിരായ ഉയർന്ന പരാതിയിൽ, ആരോപണത്തിൽ, ആ പരാതിക്കാരിയുടെ മൊഴി എടുത്ത ശേഷം ആ കേസ് പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, അവിടെ പരാതി കൊടുത്ത ആ FIR രജിസ്റ്റർ ചെയ്ത മാതിരി എന്തുകൊണ്ട് ഇന്ന് കൊച്ചി കമ്മീഷണർ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഈ ഗവൺമെന്റ് പറയുന്നത് എല്ലാവരും SITക്ക് പരാതി കൊടുത്താൽ മതി. ആ നമ്പറും ആ മെയിൽ ID കൊടുത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസിൽ കൊടുത്താൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. അവിടെ ആ വനിത കൊടുത്തിരിക്കുന്ന പരാതിയിൽ FIR, പിന്നെ പരാതിയിൽ ഒഫൻസ് IPC അനുസരിച്ചുള്ള BNS അനുസരിച്ചുള്ള ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തത് കൊണ്ട് ആ FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വരും. 2 കൊല്ലം തടവ് ശിക്ഷ, 6 കൊല്ലം മാസത്തിൽ കുറയാത്ത ശിക്ഷ വിധിക്കുന്ന കുറ്റമാണത്. ഞാൻ ചോദിക്കുന്നത്, ഈ SIT വരുന്നത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് SIT വരുന്നത്. നിങ്ങളറിയുമോ, സുപ്രസിദ്ധമായ നമ്മളെ ലളിതകുമാരി കേസ് എന്താണ്? ലളിതകുമാരി കേസ് കാറ്റിൽ പരത്തിക്കൊണ്ടാണ് SI ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് FIRന് മുമ്പ്. ലളിതകുമാരി കേസ് വളരെ അടിവരയിട്ട് പറഞ്ഞു 2B വകുപ്പ് പ്രകാരമല്ല ഈ സംഘത്തെ രൂപീകരിച്ചത് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അങ്ങനെ രൂപീകരിക്കണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ക്രൈം വേണം. ഞാനൊരു കാര്യം പറയാം, ഈ ലളിതകുമാരി കേസിൽ 4 കാറ്റഗറി കേസുകൾക്ക് മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം പാടുള്ളൂ. അതിലൊന്ന് ദാമ്പത്തിക കുറ്റങ്ങൾ, സ്ത്രീപീഡന കുറ്റം. അത് ഇതല്ല, മറ്റേ 498A എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള തർക്കം. 2, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. അത് പഴയ ഒരു മദ്രാസിലെ കേസ് പ്രകാരം തന്നെ സുപ്രീം കോടതി പറഞ്ഞാണ് അതിനൊരു പ്രാഥമിക അന്വേഷണം വേണം. പിന്നെ മെഡിക്കൽ നെഗ്ലിജൻസ്. 4-മത്തേത് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഈ 4 കാറ്റഗറി കേസിന് മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം പാടുള്ളൂ. ആ ലളിതകുമാരി കേസ് ഇന്നും ഭരണഘടന 141 വകുപ്പ് അനുസരിച്ചിട്ട് ഫലത്തിലും ബലത്തിലും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അതിനെ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് റേപ്പ് കേസ്, സ്ത്രീകളെ ലൈംഗികമായി ആക്രമിച്ച കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പോലീസ് ഒരു ടീമിനെ ഇരുത്തി അന്വേഷിപ്പിക്കുന്നത്, പ്രിലിമിനറി അന്വേഷിക്കുന്നത്. നിങ്ങൾ അറിയുമോ, 2011 പോലീസ് ആക്ട്, ആ പോലീസ് ആക്ട് വരുന്നതിന് മുമ്പ് പോലീസ് ബില്ലുണ്ടായിരുന്നു. ആ ബില്ലിൽ ഒരു വകുപ്പുണ്ടായിരുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി വേണമെന്ന്. അന്നത്തെ പ്രതിപക്ഷം അതിശക്തമായി എതിർത്തു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആ വകുപ്പ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, പരാതി കിട്ടിയാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യണം. ഇപ്പോഴേ ഒരു ചെരുപ്പിനൊത്ത് കാല് മുറുക്കിയാണ്. ഈ മുകേഷ് എന്ന് പറയുന്ന വിദ്വാന് വേണ്ടി നമ്മുടെ CRPCയും ഭരണഘടനയും എല്ലാം അട്ടിമറിച്ച്, സുപ്രീം കോടതി വിധിയും അട്ടിമറിച്ച് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തുകയാണ്. ശരി, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് പരാജയപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ശ്രീ ആസഫ് അലി, താങ്കൾക്ക് ഇത് കുറച്ചുകൂടി വിശദമാക്കാം അടുത്ത ഘട്ടത്തിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.